വത്തിക്കാൻ ഡയറിയിലേക്ക് സ്വാഗതം. ലയോ പൊന്നലമൻ പാപ്പയുടെ റോം ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഡോക്യുമെന്ററി ലയോ ഇൻ റോം ജൂലൈ 1 പുറത്തിറങ്ങി. വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെ എഡിറ്റോറിയൽ വിഭാഗമാണ് ഡോക്യുമെന്ററി തയ്യാറാക്കിയിരിക്കുന്നത്. ലിയോൺ ദി പെറു, ലയോ ഫ്രം ചിക്കാഗോ എന്നീ ഡോക്യുമെന്ററികളുടെ തുടർച്ചയാണ് ലയോ ഇൻ റോം. കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റായി റോമിൽ ചെലവഴിച്ച 20 വർഷത്തെ പാപ്പയുടെ ജീവിതമാണ് ഡോക്യുമെന്ററിയിൽ അനാവരണം ചെയ്യുന്നത്. ലയോ പൊന്നലമൻ പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള കർദിനാൾ റോബർട്ട് പ്രിവോസ്റ്റിനെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൂടെയും ഇടപെടലുകളിലൂടെയുമാണ് ലോകം മനസ്സിലാക്കിയതെങ്കിൽ അതിനു മുമ്പത്തെ ലോകത്തിന് അത്രമേൽ പരിചിതമല്ലാത്ത മുഖമാണ് ഡോക്യുമെന്ററിയിലൂടെ അനാവരണം ചെയ്യുന്നത്. കാനൺ നിയമത്തിൽ ലൈസൻസ് ഷീറ്റ് നേടുന്നതിനായി 1981 നിത്യനഗരത്തിലെത്തിയ റോബർട്ട് പ്രിവോസ്റ്റിനെയാണ് ഫുട്ടേജുകളും ഫോട്ടോഗ്രാഫുകളും അഭിമുഖങ്ങളും ആർക്കൈവുകളും വഴിയായി ഡോക്യുമെന്ററിയിൽ അവതരിപ്പിക്കുന്നത്. വത്തിക്കാനിലെ സമഗ്ര മാനവിക വികസനത്തിനായുള്ള ഡിക്കാസ്ട്രിയിലും നിയമനിർമ്മാണ പാഠങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രിയിലും ലയോ പൊന്നലമൻ പാപ്പ പുതിയ നിയമനങ്ങൾ നടത്തി. സമഗ്ര മാനവിക വികസനത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ പുതിയ പ്രിഫെക്റ്റായി സിസ്റ്റർ അൽസാൻഡ്ര സ്മെറിലിയാണ് നിയമിതയായിരിക്കുന്നത്. കർദിനാൾ ഫാബിയോ ബാജോയാണ് ഡിക്കാസ്ട്രിയുടെ പ്രോ പ്രിഫെക്ട്. OSH സന്യാസ സഭാംഗമായ സിസ്റ്റർ സുജിത സേവ്യർ ഡിക്കാസ്ട്രി ഫോർ ദ ക്ലർജിനയുടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ സെക്രട്ടറിയായി ചുമതലയേറ്റതാണ് മാർപ്പാപ്പ നടത്തിയ നിയമനങ്ങളിൽ കേരള സഭയ്ക്ക് അഭിമാനകരമായ ഒരു നിയമനം. ലയോ പാപ്പയുടെ ജൂലൈ മാസത്തെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗം മനുഷ്യജീവനെ പ്രത്യേകമായി ആദരിക്കാൻ വേണ്ടിയുള്ളതാണ്. ഓരോ മനുഷ്യന്റെയും സവിശേഷവും അതിലവുമായ മൂല്യം തിരിച്ചറിയാനും സംരക്ഷിക്കാനും എല്ലാവർക്കും കഴിയുന്നതിനായി മനുഷ്യജീവിതത്തോടുള്ള ആദരവിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പാപ്പയുടെ ആഹ്വാനം. അസ്തിത്വത്തിന്റെ ആദ്യ നിമിഷം മുതൽ ഭൂമിയിലെ അവരുടെ യാത്രയുടെ അവസാന ശ്വാസം വരെ ഓരോ വ്യക്തിയും നിങ്ങളുടെ മുഖം പ്രതിഫലിക്കുന്ന പവിത്രമായ സമ്മാനമാണ്, പാപ്പ സന്ദേശത്തിൽ പറഞ്ഞു. പോപ്സ് വേൾഡ് വൈഡ് പ്രയർ നെറ്റ്വർക്കിലൂടെയാണ് പാപ്പയുടെ ഈ മാസത്തെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ജീവൻ ദൈവിക ദാനമാണെന്ന് ഓർമ്മിപ്പിക്കാനും പാപ്പ മറന്നില്ല. That reflects your face from the first instant of existence to the final breath of their journey on earth. Lord Jesus, may we love life as you love it, with tenderness, fidelity, and self-giving. May we proclaim in words and actions that every human life is worth the total gift of ourselves. Amen. ആധുനിക സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ ഒരുമിച്ച് അഭിമുഖീകരിക്കാനുള്ള ക്രൈസ്തവരുടെ വിളി സുവിശേഷാത്മകമാണെന്ന് ലയോ പൊന്നലമൻ പാപ്പ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. ക്രൈസ്തവർക്കിടയിൽ കൂടുതലായ സഹകരണം ഉണ്ടാകണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും തിരുനാളിനോട് അനുബന്ധിച്ച് റോമിൽ എത്തിച്ചേർന്ന കോൺസ്റ്റാന്റിനോപ്പിളിലെ എക്യുമെനിക്കൽ പാത്രിയർക്കേറ്റിന്റെ പ്രതിനിധി സംഘവുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തുകയും സന്ദേശം നൽകുകയും ചെയ്തു. സംഘത്തിന്റെ റോം സന്ദർശനത്തിന് പാപ്പ പ്രത്യേകം നന്ദി പറഞ്ഞു. കഴിഞ്ഞ നവംബർ 30 താൻ നടത്തിയ തുർക്കി സന്ദർശനത്തിന്റെ ഓർമ്മകളും പാപ്പ പങ്കുവച്ചു. 2033 രക്ഷയുടെ 2ാം സഹസ്രാബ്ദത്തിന്റെ ആഘോഷത്തിലേക്കുള്ള യാത്ര എല്ലാ ക്രിസ്തീയ സമൂഹങ്ങൾക്കിടയിലും കൂട്ടായ്മയുടെ ചൈതന്യം കൊണ്ടുവരട്ടെയെന്നും പാപ്പ ആശംസിച്ചു. ലയോ പൊന്നലമൻ പാപ്പ അമേരിക്കയുടെ ലിബർട്ടി അവാർഡ് സ്വീകരിച്ചു. അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ ആദർശങ്ങളെയും മതസ്വാതന്ത്ര്യത്തെയും മനുഷ്യാവകാശങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ശ്രദ്ധേയമായ അംഗീകാരമാണ് ലിബർട്ടി മെഡൽ. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന സ്വകാര്യ സദസ്സിൽ വെച്ച് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സെന്ററിൽ നിന്നുള്ള പ്രതിനിധി സംഘം വത്തിക്കാനിലേക്ക് പോവുകയും മെഡൽ സമ്മാനിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും 3 മാസങ്ങൾക്ക് ശേഷം അമേരിക്കയുടെ സ്ഥാപനത്തിന്റെ 250ാം വാർഷികം പ്രമാണിച്ച് ഇക്കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയുടെ 38ാമത് ലിബർട്ടി മെഡൽ പാപ്പ ഔദ്യോഗികമായി സ്വീകരിച്ചത്. പുരസ്കാര സ്വീകരണത്തിന് ശേഷം നടത്തിയ ഹ്രസ്വവും ഹൃദയസ്പർശിയുമായ പ്രസംഗത്തിൽ പാപ്പ ദൈവം അമേരിക്കയെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചു. മതസ്വാതന്ത്ര്യത്തിനും ജനാധിപത്യ മൂല്യങ്ങൾക്കും അമേരിക്ക നൽകിയ പ്രാധാന്യം ലോകത്തിന് പ്രചോദനമാണെന്നും പാപ്പ അനുസ്മരിച്ചു. അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തോട് അനുബന്ധിച്ച് പരിശുദ്ധ സിംഹാസനത്തിലേക്കുള്ള US അംബാസഡർ ബ്രിയാൻ ബർച്ചിന്റെ ഔദ്യോഗിക വസതിയിൽ ലയോ പാപ്പ സന്ദർശനം നടത്തി. അമേരിക്കൻ ജനതയ്ക്കും അവിടെയുള്ള കത്തോലിക്ക സമൂഹത്തിനും പാപ്പ ആശംസകൾ നേർന്നു. പാപ്പയുടെ സന്ദർശനത്തിന് ബ്രൈൻ ബർച്ച് നന്ദി പറയുകയും ചെയ്തു. അമേരിക്കയുടെ 250ാം സ്വാതന്ത്ര്യ വാർഷികത്തിൽ ലയോ പൊന്നലമൻ പാപ്പ അമേരിക്കൻ ജനതയ്ക്ക് പ്രാർത്ഥനാ സന്ദേശം നൽകി. മതസ്വാതന്ത്ര്യമാണ് അമേരിക്കയുടെ ഏറ്റവും വിലപ്പെട്ട അടിസ്ഥാന തത്വങ്ങളിലൊന്ന് എന്ന് പറഞ്ഞ പാപ്പ
1776 ആത്മാവ് അമേരിക്കയുടെ ഭാവി യാത്രയിൽ പ്രത്യാശയും ഐക്യവും പ്രചോദിപ്പിക്കട്ടെ എന്നും ആശംസിച്ചു. 1776 ജൂലൈ 4 ഒപ്പുവെച്ച ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യം, സമത്വം, നീതി, ജനാധിപത്യം, സന്തോഷം തേടാനുള്ള അവകാശം എന്നീ മൂല്യങ്ങൾക്ക് ശാശ്വതമായ ശബ്ദം നൽകിയ ചരിത്രരേഖയാണെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. അഭയാർത്ഥികളുടെയും കുടിയേറ്റക്കാരുടെയും ദുരിതങ്ങളുടെ പേരിൽ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്ന ഇറ്റലിയിലെ ദ്വീപായ ലാംപദൂസയെ ലയോ പൗർണലമൻ പാപ്പ സന്ദർശിച്ചു. മേയർ ഡോക്ടർ ഫിലിപ്പോ മന്നിനോ പാപ്പയെ ഔദ്യോഗികമായി സ്വീകരിച്ചു. കുടിയേറ്റ ശ്രമത്തിനിടയിൽ ജീവൻ നഷ്ടമായ അഭയാർത്ഥികളെ അനുസ്മരിച്ച് പ്രാർത്ഥിച്ച പാപ്പ ലാംപദൂസയിൽ സെമിത്തേരി സന്ദർശനവും നടത്തി. ലാംപദൂസയിലെ വിവിധ പ്രതീകാത്മക സ്മാരകങ്ങളും പാപ്പ സന്ദർശിച്ചു. രക്ഷാപ്രവർത്തകരെയും സന്നദ്ധ പ്രവർത്തകരെയും പാപ്പ അഭിനന്ദിച്ചു. നീണ്ട പ്രഭാഷണങ്ങൾക്ക് വേണ്ടിയല്ല, ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന്റെ പരമോന്നത അടയാളമായ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് താനിവിടെ എത്തിയതെന്ന് പറഞ്ഞ പാപ്പ തന്റെ മുൻഗാമിയായ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും അനുസ്മരിച്ചു. മോളോ ഫാവലോറോ എന്ന കോൺക്രീറ്റ് ശില ആശീർവദിച്ച പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയാണ് ഈ ശില സമർപ്പിച്ചത്. ലാംപദൂസയിലേക്ക് ആദ്യമായി സന്ദർശനം നടത്തിയ മാർപ്പാപ്പ പോപ്പ് ഫ്രാൻസിസ് ആയിരുന്നു. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം ആദ്യമായി നടത്തിയ യാത്രയും ഇവിടേക്കായിരുന്നു. 2013 ജൂലൈ 8 ചരിത്രപ്രസിദ്ധമായ ആ സന്ദർശനം. മറ്റൊരു ജൂലൈയിലാണ് ലയോ പൗർണലമൻ പാപ്പ ഇവിടെ എത്തിയതെന്നതും ശ്രദ്ധേയം. യുദ്ധങ്ങളുടെയും അടിമത്തങ്ങളുടെയും പാപത്തിന്റെയും ചരിത്രത്തിന്റെ മുറിവുകളുടെയും നടുവിലും ക്രിസ്തു സഭയുടെ പ്രത്യാശയായി തുടരുന്നുവെന്ന് ലയോ പൗർണലമൻ പാപ്പ. ആഞ്ചലസ് പ്രാർത്ഥനയ്ക്കിടയിൽ സന്ദേശം നൽകുകയായിരുന്നു പാപ്പ. വെയിലും ചൂടും നിറഞ്ഞ കാലാവസ്ഥയിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11 അധ്യായം 25 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളെക്കുറിച്ചുള്ള ധ്യാന ചിന്തകളാണ് പാപ്പ പങ്കുവച്ചത്. കുരിശിൽ വേരൂന്നിയ സ്വാതന്ത്ര്യത്തിന്റെ വിദ്യാലയം യേശുവിൽ നിന്ന് പഠിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. എളിയവരോടും ചെറിയവരോടുമുള്ള ദൈവത്തിന്റെ പ്രത്യേക പരിഗണനയാണ് സുവിശേഷം വെളിപ്പെടുത്തുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. മനുഷ്യനായി തീർന്ന ദൈവപുത്രന് സകല സൃഷ്ടികളെയും ഈ കൃതജ്ഞതാ പ്രകാശനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്റെ സ്നേഹം വെളിപ്പെടുത്തുന്നു പാപ്പ പറഞ്ഞു. ലയോ പാപ്പ അവധിക്കാല വിശ്രമത്തിനായി കാസിൽ ഗൊണ്ടോൽഫിലേക്ക് എത്തി. ഇനി ജൂലൈ 27 വരെ പാപ്പ കാസിൽ ഗൊണ്ടോൽഫിലായിരിക്കും. പാപ്പ അവധിക്കാല വിശ്രമത്തിനായി കാസിൽ ഗൊണ്ടോൽഫിയിലേക്ക് മടങ്ങിയതിനാൽ പൊതു കൂടിക്കാഴ്ചകൾ ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും കഴിഞ്ഞ വർഷം യുക്രൈൻ പ്രസിഡന്റുമായി നടത്തിയതുപോലെയുള്ള ചില ഒറ്റപ്പെട്ട കൂടിക്കാഴ്ചകൾക്കുള്ള സാധ്യത തള്ളിക്കളയാനുമാവില്ല. വത്തിക്കാനിലെ ചൂടുള്ള കാലാവസ്ഥയിൽ നിന്ന് കാസിൽ ഗൊണ്ടോൽഫിയിലെ തണുപ്പ് ആസ്വദിച്ചുകൊണ്ടുള്ള ഈ വിശ്രമ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കും വായനയ്ക്കും തന്റെ വിനോദങ്ങൾക്കുമായിരിക്കും പാപ്പ സമയം കണ്ടെത്തുന്നത്. ടെന്നീസ്, നീന്തൽ, കുതിരസവാരി എന്നിവയെല്ലാം പാപ്പയുടെ വിനോദങ്ങളിൽ ഉൾപ്പെടുന്നു.